ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഭഗവത് കിത്തു ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഗായ്സ്, ഈ കാണാൻ മൊത്തം നമ്മുടെ ഗ്യാങ്ങാണ് ഗൈസ്. ഗ്യാങ്ങിൻ്റെ ടീമാണ് മൊത്തം. മൊത്തം ടീമാണ് ഗൈസ്. എന്നെ തൊട്ടാ പിടിച്ചോട്ടാ, വെറുതെ നിൽക്കണ്ട. എൻ്റെ പേര് അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ രംഗണ്ണെന്ന് പറഞ്ഞാൽ മതി, അവിടെ അറിയും. അതാ നമുക്കൊന്ന് കോളേജിൽ പോകണ്ടാ. കോളേജിൽ നമ്മുടെ ടീമിനോട് ഇടിച്ചെന്ന് പിടിച്ചിടിച്ചാലോചിച്ചിട്ട് അവൻ വന്ന വണ്ടിയാണ് കളിക്കുന്നത്. ക്യാമറ വേണമെന്ന് ഒന്നും വണ്ടി. ക്യാമറ അല്ല, മിനി കൂപ്പറിലാണ് വന്നത്. മിനി കൂപ്പറാണ് കളിക്കുന്നത്. എൻ്റെ വണ്ടി കാണുന്നത് മിനി കൂപ്പറാണ് വന്നേക്കണത്. എന്നാ ഈ കോണൊന്നും എടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചാലോ? മിനി കൂപ്പറത്തൊന്നും കത്തൂല, കത്തിച്ചാലോ? എടാ വേണ്ടാട്ടാ, പണി പാളും. അവനാട്രാ, അവനെ പൊട്ടിച്ച് നമ്മളൊന്ന് പൊട്ടിക്കണ ദിവസമായിട്ടാടാ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ, വാടാ വാടാ, ഇറങ്ങി വാടാ. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞങ്ങളുടെ ഗ്യാങ് മൊത്തം എവിടെ ഇട്ടാ. ഹലോ, അവിടെ ഇട്ടാ. നോക്കട്ടെ. എടാ വാടാ വാടാ, ഇവിടെ ഒന്നുമില്ല, പുറത്ത് വേണ്ട. ഈ ബിൽഡിങ്ങിൻ്റെ പുറകില്ല. ഈ ബിൽഡിങ്ങിൻ്റെ മറ്റേ ബിൽഡിങ്ങിൻ്റെ പുറകില്ല. അതാണ് ഓടിൻ്റെ. എന്താടാ ഞങ്ങളുടെ ടീമിനെ നീ പൊട്ടിച്ചിട്ട് നീ ജീവിക്കണോടാ? എടാ ഞങ്ങളുടെ ടീമിനെ നീ പൊട്ടിച്ചിട്ട് നീ എന്താ പൊട്ടിക്കടാ ഒക്കെ എടുത്തിട്ടോ. അല്ല പിന്നെ 3 നമുക്ക് കൂട്ടിയുണ്ട്. അവൻ്റെ പൈസ എത്ര പൈസ വേണ്ട കേട്ടോ. ഞങ്ങളുടെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരെ തൊട്ടുണ്ടല്ലോ നിങ്ങൾ മുമ്പിൽ. എടാ പോടാ നിനക്ക് നട പോയാൽ എന്താടാ പിള്ളേരെ വാടാ. അവന്മാര് വന്നില്ലേ? അവന്മാരെന്തി മക്കളെ പിള്ളേരെ? പൈസ അവന്മാർ ഗ്യാങ്ങാണോ അല്ല ചെറിയ ആൾക്കാരാണോ? അത് ഗ്യാങ് തന്നെയാണോ? ഞാൻ ഒറ്റപ്പെടുത്തിട്ട് പോയി ഗൈസ്. ട്രിപ്പ് ചെയ്യണ്ട, പകർത്തിട്ട് പോവാ. ഡാടാ നിക്ക് അവനല്ലേ എൻ്റെ ഗ്യാങ് വരുന്നുണ്ടോ? കേട്ടോ, എൻ്റെ ഗ്യാങ് വരുന്നോ? നീ കൂടി എൻ്റെ ഗ്യാങ്ങിലോട്ടോ. നല്ലത് ഉണ്ടായിരുന്നു. മൊത്തം ഗ്യാങ് നമ്മൾ വിട്ടുപോയി. നമ്മൾ മാത്രം. നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ആരായാലും ഗ്യാങ്ങിനെ മൊത്തം വെടിച്ചിട്ട് ഇനി 2 പേരും വിളിക്കാണ്ട്. അണ്ണാ നമ്മളപ്പോൾ സ്വിമ്മിങ് പൂളിലെത്തി. പിള്ളേരെ ഇറക്കിയൊരു വടാവുന്നില്ലേ? വിളിക്കടവനെ കിട്ടോ നിനക്ക്. ഞാനിപ്പോൾ ലൈക്ക് കൊടുവല്ലക്ക് നീ എൻ്റെ മുത്താണ്. നീ എൻ്റെ മുത്താടാ. എൻ്റെ പിള്ളേരാണ് നീക്ക്. എൻ്റെ പിള്ളേരുണ്ടാ, എൻ്റെ ചങ്കണ്ട നീ. എടാ ഈ മണ്ട നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്യാങ് കയറ്റിയല്ലേ? എടാ വാ ആടാ പിള്ളേടാ, കാണാമത്തെ ചാടിയോ, ചാട്. ഓ വെടി സുഖല്ലേ നിനക്ക്? കിട്ടോ എടി, സുഖല്ലേ നിനക്ക്? നിനക്ക് ഞാൻ ഉണ്ടല്ലോ 20,000 തരും കേട്ടോ. 30,000 കൊടുത്തിട്ടുള്ളൂ. എടാ ഞങ്ങളുടെ ടീം തന്നെ സമയമാടാ. നമ്മുടെ ടീം വിളിച്ചാൽ നമുക്ക് ടീം ആരൊക്കെയാണെന്ന് അറിയോ? ഇവന്മാരാണ് നമ്മുടെ ടീം. ഡേറ്റാ കയറി വാടാ. വേണ്ട തോക്കെടുത്ത് എത്തിത്തണ്ട. അവൻ വന്നില്ലേ? ഡാടാ എന്ത്? ബാ എല്ലാവരും ബാ.
എടീ ഈ മണ്ടനെ ആ മണ്ടറെ പിടിച്ചേടാ ഡേ ഒന്ന് വരും. നീയും എൻ്റെ ടീമിൽ അപ്പോൾ നമുക്ക് മൂന്നായി കൂടി പോയിക്കുക. അവൻ എന്ത് ചെയ്യും? വണ്ടി കയറി പെട്ടെന്ന് പോവാം. ഇവിടെ ആരില്ലല്ലോ. അപ്പനെ അവർ വിളിക്കുക. അവർ വരുന്നുണ്ടോ? ഞാൻ ഇവിടെ അവർ വന്നപ്പോൾ ഒരു കൊണ്ടുവന്ന വണ്ടി നിൽക്കുന്നു ഓടി. നിങ്ങൾ കുറച്ച് പേര് ആ മണ്ടനെ ഏതാണ് ഒരു വെടി വെച്ച് കൊന്നിട്ട് നമ്മളൊന്നല്ല കേസ്. ഇവിടെ കുറെ ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ട് കേസ്. നമ്മളെ കണ്ടിട്ടില്ല. വരണുണ്ടോ ഗ്യാങ് മെമ്പേഴ്സ്? ആ വരണുണ്ട്. അവനെ പിടിക്കുക. ഒന്നടാ നീ ടീമിൽ കയറി. കണ്ണെടുത്ത് പൊട്ടിച്ചോനാ. എടാ പൊട്ടിക്കാനാ. എടാ പൊട്ടിക്കടാ മോനെ. എൻ്റെ മോനെ ടീം സീനിട്ടാ. എടാ എൻ്റെ ഗ്യാങ് വരുന്നുണ്ടോ നീ? വാ എൻ്റെ ഗ്യാങ്ങിലോട്ട് വാ. തോറ്റ് പിന്മാറിങ്ങി വാ അങ്ങോട്ട്. അല്ല പിന്നെ ആരൊക്കെ പറയുന്നത്? ഇല്ല അവൻ്റെ വീടുണ്ട കേസ്. അവനെ വിൽക്കാനിട്ട് സെയിലായിട്ട്. എടാ ബാക്കി എല്ലാവരും ഇറങ്ങിക്കോ. നമ്മളെ പൊട്ടിച്ചോണ്ടിട്ട് അമ്മമാർ പൊട്ടിച്ചോണ്ട. നമ്മുടെ ടീമാണ്. നമ്മളെ മൊത്തം ടീമാണ്. പോന്നീ എടാ പൊട്ടിക്ക് ഉമ്മാരെ നോക്കിടാ. നമ്മുടെ ടീമിൽ വേണം പൊട്ടിച്ചത്തേക്കണത്. അപ്പോൾ അവിടെ തന്നെ തൂക്ക് പോയി. എടാ നമ്മുടെ ടീമിനെ മൊത്തം ഉമ്മാരെ കടിച്ചിട്ടാ. എടാ നമ്മുടെ ടീം മൊത്തം കയറും. എടാ ഉമ്മാരാടാ നിക്കടാ. നമ്മളൊക്കെ തൂക്കൊക്കെ കൊണ്ടുപോയി. എനക്ക് എൻ്റെ ടീം ചേരാൻ പറ്റുമോ? ചേർന്ന് മിനി കണ്ണേ ഒന്ന് വാടാ. എല്ലാവരും വാ. നീ വണ്ടി കയറ്. സ്മാർട്ട് വാച്ച് സാധനം കൊണ്ടുവന്നോ നീ? കൊണ്ടുവരാനാ? നമ്മുടെ പിള്ളേർ മൊത്തം അവിടെ സേഫാണ്. ഇവിടെ വെച്ചിട്ടാണ് മറ്റോ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പം ഇവന്മാരെ കയ്യിൽ തോക്കൊക്കെ ഒറ്റമാരെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരാളുടെ കൂടെ ഉള്ള തോക്ക് സഹിക്കാനാണല്ലോ. ഞാൻ ഐബ്രോ ഒന്നടിക്കും. ബ്രോ നമ്മുടെ അനിയനാണ് കേസ്. തന്നോണ്ടാണ് ഇതാണ് നമ്മുടെ അനിയൻ. ബൈഡാ. സംഭവം എടുത്ത് മാറ്റണം. പൈസ കുറച്ച് വാങ്ങിട്ടാ വിഷമിക്കണ്ടാ. അവൻ്റെ മിനി കൂപ്പർ കിടക്ക് നോക്കി. അവൻ്റെ മിനി കൂപ്പർ തന്നെ നമുക്ക്. അവൻ്റെ മിനി കൂപ്പർ ഒത്തിരി കാര്യമുണ്ട്. നീ അവനെ കണ്ടോ? എടാ ഞാൻ കണ്ടു. അവനെ നമുക്ക് വേണം. എടാ ഇന്ത്യയുടെ ഫ്ലാഗ് ഉള്ളവനെ തന്നെ വന്നടാ. ഇന്ത്യക്കാരനാണ് അത്. ഇന്ത്യ എൻ്റെ ഗ്യാങ് ശരി നീക്കി കുടിക്കും. വാ എല്ലാവരും കയറി. അവിടെ ഗണ്ണുള്ള മാത്രം കയറിയിട്ടില്ല. അവന്മാരെന്ത് കണ്ണില്ല അവന്മാര്.
എല്ലാവരും വാ. നമ്മുടെ ഗ്യാങ് നോക്കി എന്തോരാണ് നോക്ക്. എല്ലാവരും വാ. വണ്ടി കയറിക്കോ. വണ്ടി കയറിക്കോ. 100, 90, 150, 94, 0, 9. നമ്മളെ വീടിനകത്തേക്ക് കയറ്റാം. അണ്ണാ ഇവനെന്ത് ചെയ്യണം? അണ്ണാ ഈ വണ്ടി നമുക്ക് നശിപ്പിച്ചാലോ? അനങ്ങാതിരി. ഈ വണ്ടി നശിപ്പിക്കണേ അണ്ണാ. ഈ വണ്ടി നമുക്ക് സ്വന്തം, നമ്മുടേതാണ് ഈ വണ്ടി. നമുക്കിടയ്ക്ക് പുറത്തൊക്കെ പോവാ. ആ സീനിയറിൻ്റെ ഗ്യാങ്ങിൻ്റെ വീടിൻ്റെ വണ്ടിയാണ് കണ്ടത്. നമുക്കിടയ്ക്കെടുത്ത് പുറത്തൊക്കെ പോവാനും നടക്കാം. ഈ വണ്ടിയുടെ പെട്രോൾ തീരാറായി. പെട്രോൾ തന്നെ അവിടെ കൊണ്ട് ഉപയോഗിക്കുക, അല്ലാണ്ട് ഒരു മാർഗമില്ല. അണ്ണാ ഈ വണ്ടി ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് മോഡിഫിക്കേഷൻ. ഞാൻ ഇന്നാണ് കണ്ടുപിടിച്ചത് കേട്ടോ. നല്ല പൊളിയാണല്ലോ. വണ്ടിക്ക് എന്താ സ്പ്രിങ്ങാ ചെയ്യണം? മറ്റേ ഓഫ് റോഡ് പോകുമ്പോഴേ ഇത് കയറാണ്ടിരിക്കാണ് സ്പ്രിങ് ചെയ്യണത്. അല്ലെങ്കിൽ സ്പ്രിങ് വെക്കൂല. എന്തൊരു നല്ല വണ്ടിയല്ലേ. കൊണ്ടടക്കാനും കൊള്ളാത്ത വണ്ടി. അണ്ണാ ജീവിതമുള്ള ഒരുത്തനാ ചോടുന്നത്. അങ്ങോട്ടാ ഇവിടെ കിടന്ന് വെച്ചാൽ എന്താ ഡി? അവിടെ കിടന്ന ഒരുത്തനെന്തി? അയ്യോ ചേട്ടാ, അവൻ പുറത്തു പോയല്ലോ. ചേട്ടൻ്റെ ചേട്ടാ? ഒന്നുമില്ലടി, ഞാനിന്ന് വേണ്ട ഞാൻ അന്വേഷിച്ചതാ. പുറത്തു പോയത് ഭാഗ്യം ഉണ്ടാവനെ. തീർന്നവൻ എന്തോ വാടാ ഇറങ്ങില്ലാലും ചാടി. അത് മക്കളെ ഞാൻ ചാടല്ലേ ഇങ്ങോട്ട്. പിള്ളേരെ വാ. വെള്ളത്തിൽ വീട്ടിലായിട്ട് പോയിട്ട് നമ്മൾ ഗ്യാങ് ഓർന്ന് ബാക്കിയുള്ളവരും വാ. വെള്ളത്തിൽ ചാട്. എൻ്റെ അടുത്ത് കൊണ്ട് വാ. ഇവിടെ വെള്ളത്തിൽ ചാടാ. വെള്ളത്തിൽ ചാടാം വാ. എല്ലാവരും ചാടിക്കോ. ഓക്കെ. അല്ല ബാക്കിയുള്ളവരുണ്ട്. നീന്തി വരുന്നുണ്ട്. ഇവിടെ മറ്റേ സാധനം ഇത് ഞാൻ ഇതുമ്പോ കയറാ വിട്ടേട്ടാ. കയറി ഓടോ സീനുള്ള അവള് പോയി. അങ്ങനെ എണീച്ചിട്ട് എടാ മണ്ട ഞാനാ നിക്ക് എല്ലാരും നിക്ക്. ഡാടാ ഞാൻ കാണണം മിനി കൂപ്പർ. അതൊരു നീ പൊക്കോ. എനിക്കുള്ള ഗിഫ്റ്റാണത്. ശരിക്കും ഗിഫ്റ്റാണോ ചേട്ടാ? എനിക്കുള്ള ഗിഫ്റ്റാണ്. അല്ല ചേട്ടാ, ആ സ്പ്രിങ് എന്താണ് നോക്കിയത്? അതിപ്പോ മോഡിഫൈ ചെയ്താണ്ടാ. എന്താടാ ചേട്ടാ? എന്തോട് ചേട്ടാ? അതാ സീനിയറിൻ്റെ വണ്ടിയില്ലേ? നിനക്കെങ്ങനെ അറിയാടാ? ഞാൻ സീനിയറിലൊരു ആളാണ് ചേട്ടാ. പോടാന്നറിയാടാ നീച്ചിട്ട്. നിന്റെ വണ്ടിയാണ് നീ പോടാന്നറിയും. ഞങ്ങൾക്ക് നേരെ വണ്ടി ഉണ്ട്. ഇതാണ് വണ്ടി.
എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ എൻ്റെ വണ്ടി കടലിരിക്കും ഇന്ന്. കുറച്ച് കഴിയുമ്പോൾ വണ്ടി വേണ്ട അതിനെപ്പറ്റി ചെയ്യട്ടാ. എന്താ ചേട്ടനെ പേരുണ്ട്. ചേട്ടൻ്റെ വീടിൻ്റെ വാപ്പൻ്റെ വണ്ടി പെട്രോൾ ഊറ്റി. പെട്രോൾ ഇല്ലടാ വണ്ടിക്കകത്ത്. വണ്ടി പോണില്ല. വണ്ടി പോവാത്ത എടാ ഇന്ന് പോണില്ലടി വണ്ടി. നമ്മളുടെ പെട്രോൾ അടിക്കട്ടെ, അല്ലെങ്കിൽ വല്ല പണിയും പെട്ടു. ഒരു 1 ലാഖിന് അടിക്കാം. ഓടിക്കോളൂ. കണ്ട പെട്രോൾ തീരുന്നുണ്ട്. അമ്പാനെടാ ഈ വണ്ടി ശരിയാക്കാൻ കംപ്ലൈൻ്റ് ആയി, ശരിയാക്കണം അണ്ണാ. ഈ വണ്ടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കട്ടെ. മിണ്ടാണ്ടിരിക്കണമെന്നറി. ഹോസ്പിറ്റലിലേക്ക് എടുക്കണ്ട, വേറെ എവിടെയെങ്കിലും എടുക്ക്. ഈ വണ്ടി നിന്റെ പേരിലല്ലേ, കൊണ്ട് വിൽക്ക്. വണ്ടി കൊണ്ട് കിട്ടുക അങ്ങനെ വണ്ടി എടുക്കുക. വേറെ ബെൻസ് അങ്ങനെ എടുക്കുക. ഒന്നാ ഈ ബെൻസ് തന്നെ എടുക്കണം. ഈ വണ്ടി പോലെ പോരെ ടീമിന് മൊത്തടിക്കാൻ വണ്ടി തന്നെയാണ്. തിയേറ്ററിൽ പോയിരിക്കടാ അവസരം. നമ്മൾ ഓർഡർ ചെയ്തതല്ലല്ലോ. ഓർഡർ ചെയ്തല്ലേ സ്ഥലം. ഇവിടെ നൽകിക്കല്ലെങ്കിൽ നമുക്ക് എനിക്ക് ടീമെന്തിനാ വാടാ. അവിടെ സിനിമയൊന്നുമില്ല. ഓസാണ്. എല്ലാവരും വാ. ആരെങ്കിലും വരാണ്ടെങ്കിൽ എല്ലായിടത്തും വരാൻ പറഞ്ഞോ. അമ്മ നീ വേണ്ടി എടുക്കാൻ പറ്റില്ല. ഒന്നാം വേണ്ടി പുതിയ വണ്ടി സെറ്റാക്കിയതാണ്. ഒന്നെ വണ്ടി എടാ ഇതെന്തിട്ട് വണ്ടിടാ. ഇതാണ് പുതിയ വണ്ടി. ഇത് ഡോജിൻ്റെ പഴയ വണ്ടിയാ. എനിക്കിട്ട് പണി വരോടാ. ഈ വണ്ടിക്കും പെട്രോൾ ലീക്കുണ്ടോ. അണ്ണം മേടിക്കണ്ട. വണ്ടി പെട്രോൾ വണ്ടി 10-16 വണ്ടി നിൽക്കും. വണ്ടി വേണ്ട. സൈഡിലേക്കോ ഇവിടെ ആരാണ്ട് കിടക്കുന്നത്. പെട്രോൾ തീരണമെങ്കിൽ തിരിട്ടാ. കിട്ടുവാളാണ് പെട്രോൾ അടിച്ചിട്ട്. ചൂടുകൊടുത്തോണ്ട് വരുന്നു. നമ്മുടെ ഗ്യാങ്ങിലൊരു മണ്ട ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് ഷൂറൂമിൽ കൊണ്ടത് നശിപ്പിച്ചാലോ. നശിപ്പിക്കാൻ പാടില്ലടാ. അത് നഗരമായിട്ട് സംഭവം ചെയ്യാം. ഈ വണ്ടിക്ക് മൊത്തം ഇങ്ങനൊരു സ്പ്രിങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ പണി തീരും. അവൻ്റെ മറ്റേ സീനിയർ അടിച്ച പോലെ സ്പ്രിങ് അടിച്ചാൽ പിന്നെ ഈ വണ്ടി മേടിക്കാനായിട്ട് ഗോവിന്ദ വിൽക്കേണ്ട വരും ഇതിൻ്റെ ഓണർക്ക്. ഒന്നേ തോണി കാണിക്കണ. എടാ ഇതാണ് ട്രിക്ക്. നമ്മൾ വന്ന മസ്താങ്ങില്ലേ അങ്ങോട്ട് മാറ്റിയിട്ടേക്ക്. ഇത് സ്റ്റാഫിൻ്റെ വണ്ടി കൂടെ കിടക്കുന്നില്ലടാ. ഈ സാധനം എടുത്തോണ്ട് പോവാ. ഒന്നാമത് ബെൻസിൻ്റെ ആയിട്ടാ. നമ്മളതിൻ്റെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിലല്ലേ പിടിച്ച് വെച്ചോളണം. ഇപ്പം പറയാൻ പിടിച്ച് വെച്ചോളണം പറ്റിച്ച്.
നമ്മളെ പൊട്ടിക്കാതെ എനിക്ക് അങ്ങനെ കേട്ടെ എന്താടാ. ഈ റോട്ടിൽ തന്നെ കിടക്കും വണ്ടി ബ്ലോക്കായിട്ട്. ഈ നാട്ടിലെ സംഭവം അറിയാം. ഇവിടെ വണ്ടി കിടക്കാൻ പൊളിക്കാൻ കൊണ്ടുപോകും. എന്തായാലും കൊണ്ടുപോകും. കേട്ടക്കട്ട 2 ദിവസം കഴിഞ്ഞ് കിടക്കട്ടെ വണ്ടി. പിറ്റേ ദിവസം പൊളിക്കാൻ കൊണ്ടുപോകും. എന്നാ എന്താടാ നമ്മ ഈ വീട് ലോക്ക് ഇട്ടിട്ടുണ്ടോ? ഈ വീട് നമ്മ കൊടുക്കാൻ പോകാം. ഈ വീട് നമുക്കില്ല. ഇങ്ങനത്തെ ഒരു വീടില്ല. തുറക്ക എന്നാ അവർ തുറക്കണ്ടേ? എന്ത് ചെയ്യും? അവിടെ മുകളിലേക്ക് ആ വീട്ടിലോ മറ്റേ ഡോർ തുറക്കും. തുറന്ന വീടിനകത്തേക്ക് ഇടാടാ. ആ പിള്ളേരോട് എല്ലാവരും വണ്ടി വീടിനകത്തോട്ട് കയറിയിടാടാ. കേറി പോയിക്കോ. താഴ്ത്തിക്കോ. പാടാ പിള്ളേരകത്ത് എല്ലാരും കയറി. അമ്മയുടെ മുകളിലുണ്ട്. എന്താ കയറി നിൽക്കുന്ന സൈഡിലല്ല. എല്ലാരും ഇവിടെ നിൽക്കാടാ. ഇവിടെ ഇറങ്ങി പോയിരിക്കേ. ഞാൻ ഇരിക്കണ്ട. നിങ്ങളുടെ വിറ്റ് ഞാനേ ഈ സംഭവം സെയിലാക്കട്ടെ. ലാപ്ടോപ്പ് കുറച്ചാളത്തേന്ന് ഇങ്ങനെ നിന്നൊക്കെ ഞാൻ പിരിച്ചിട്ടുണ്ട് കേട്ടാ. നീ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി. പിന്നെ നിന്നൊക്കെ ഞാൻ പിരിച്ചിട്ടുണ്ട് കേട്ടാ. നിന്നൊക്കെ ഞാൻ പിരിച്ചു വിടും കുറച്ചാളത്തേക്ക്. ഇവിടെ നിനക്കൊന്ന് ഇപ്പം നീയൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. നീയൊക്കെ എവിടെയെങ്കിലും പോവും. നിനക്ക് വേണ്ടത് നിൻ്റെ അടുത്തൊന്നും കണ്ണില്ലല്ലോ. നീക്ക് എന്തിനാണ് പറഞ്ഞത്? തിരിച്ചു പോ. പുറത്തു പോ. അല്ല പിന്നെ ഞാൻ കുറച്ച് വീടിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യട്ടെ. ഞാൻ നിർത്തി. അവന്മാർക്കൊന്ന് പുറത്തു പോട്ടെ. അവന്മാരെ ഞാൻ ഗെയിം ചെയറൊക്കെ സെയിലാക്കട്ടെ. അത് കഴിഞ്ഞ് അവന്മാരൊന്നും ഈ ഗ്യാങ്ങിൽ വേണ്ട. ഞാൻ പഴയൊരു ജീവിതം തുടങ്ങി. ഈ വീട് നമുക്കൊന്ന് സെയിൽ ചെയ്താലൊന്നുണ്ട്. ഈ വീടൊക്കെ ആർക്കാണ്? ഇതിനൊക്കെ ക്ലോസ് ചെയ്ത് ബൾബ് മുകളിലത്തെ ബൾബൊക്കെ ഏതും ഡിലീറ്റ് ചെയ്ത്. നമ്മൾ തന്നെ വാങ്ങിയതാണ്. വീട് വാങ്ങിയത് തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ വാങ്ങിയത്. നമ്മൾ സെറ്റ് ഡോറൊക്കെ വെക്കാനൊക്കെ എത്ര പൈസ വരും? ഇതൊക്കെ എടുത്ത് കഞ്ചാവ് ചെടി ശരിയൊക്കെ മണ്ടനാണ്. കഞ്ചാവ് ചെടി എന്നോട് ആരും ഉണ്ടാകും. വലിക്കൂല്ല പൊളിക്കൂല്ല. വെറുതെ എടുത്ത് വെച്ച് തന്നെ. ഡോറ് വിറ്റ് സെയിലാക്കിയാണ്. ഡോറിന് കിച്ചണൊന്നും വേണ്ട. കിച്ചണൊക്കെ സെറ്റിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ആർക്ക് വേണം ഗൈസ്? സംഭവം ഈ വീട് നമ്മളങ്ങോട്ട് വിറ്റിട്ടാ. വീടെന്ന് പറയാനൊന്നുമില്ല. ഡോറ് വിറ്റ് താഴത്ത് പോയിട്ട് ആ ഡോറും കൂടെ സെയിലാക്കണം.
എൻ്റെ പിന്നെ ഡോർ വീടൊക്കെ വിറ്റ് ആ പിള്ളേരെ ഞാൻ ഇതൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട് തന്നെ പൊളിക്കാൻ പോകുന്നു ഗൈസ്. എൻ്റെ പിള്ളേരെ ഞാൻ അടുത്തൊക്കെ മാസം വിറ്റു. ഇനിയാണ് പൊളിക്കാൻ പോകേണ്ടത്. സ്ഥലം പോലെ വേണ്ടാട്ടാ. എന്തിനാണ് സ്ഥലം? ആര് കിട്ടുമ്പോഴൊക്കെയാണ് സ്ഥലം എടുക്കണത്. അല്ല പിന്നെ ആർക്കിട്ട് മൂഞ്ചനാണ് ഇട്ടേക്കണത്. ആർക്കാണ് ഇതൊക്കെ? അപ്പോൾ ഗൈസ് നമ്മളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പൊളിച്ച് കളയണം ഗൈസ്. ഞങ്ങളുടെ വീടൊക്കെ ഇപ്പോഴത്തെ വീടൊന്നും ഇല്ല നീ പറയണ പോലെ. എന്താടാ പൊളിക്കട്ടെ. എടാ ഈ വീട് നാളെ പൊളിക്കും, മൊത്തമായിട്ട് പൊളിക്കും. എടാ പൂച്ചണ്ടോ? നിന്റെ തലയായിരുന്നു, ഞാൻ ഒരു പൂച്ചണ്ടാന്ന് വെച്ച്. അവിടെ ഫാൻ ഉണ്ടായിരുന്നു, നമ്മളത് നോക്കില്ല കേട്ടാ. എടാ ഫാനൊക്കെ എത്ര പൈസ? എടാ ഫാനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യില്ല. എടാ മാണ്ടി മോറ എൻ്റെ വണ്ടിയാണ്, ഞാൻ പോയിട്ട് കേട്ടെ. നമ്മൾ ഇനി മുതൽ ഈ വീട് നമുക്ക് വിറ്റാലോ നോക്കണ്ട കേസ്. നമ്മൾ വീടൊന്നുമില്ല കേസ്, നമ്മൾ നോക്കാം ഇത് തന്നെ താമസിക്കുള്ളൂ, അല്ലാണ്ട് വീടൊന്നുമില്ല. നമ്മളെ വീട് നമ്മൾ പൊളിക്കാൻ പോകുന്ന കേസുണ്ട്. പൊളിക്കാൻ കൊടുത്തു. ഇപ്പം ഡോറും പൊളിക്കാൻ കൊടുത്തു. ഡോറൊക്കെ റിമൂവ് ചെയ്തു. അതൊക്കെ സെറ്റ് ഫോട്ടോസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോകുന്നു. പക്കാ ലോക്ക് റിമൂവ്. നമുക്ക് പൊടുത്തി വീട് നമ്മൾ പൊളിച്ച് കളഞ്ഞ് വീടൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ വീട് തന്നെയാണ് ഗൈസ്. രണ്ട് വല്ലോൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണിയാവില്ലേ? ഇത് റിയൽ ലൈഫ് അല്ല, ഇത് ഗെയിമാണ്, അത് ഓർക്കണം. വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഓർക്കണം, അത് ഗെയിമാണ് കേട്ടോ. ഇതിനൊക്കെ എത്ര പൈസ കിട്ടുന്ന ഓർക്ക്? സാരിക്കൊക്കെ എത്ര പൈസ ഉണ്ട് അതൊക്കെ നോക്കണം. തൂക്കി നോക്കണ്ട വരും കേട്ടോ. തൂക്കണ്ടെന്ന് പറ. സെറ്റ്. ഇനി ഇതോ ഇല്ലാട്ടാ. ഇത് കാറ്റോ ശരിയായി. ഇവിടെയൊക്കെ ലൈറ്റ് നമ്മൾ എടുത്ത് ആരുന്നില്ല കേട്ടോ. കബോർഡ് ഗൈസൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിൽക്കാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് തന്നെ നമ്മൾ വാങ്ങി കുറച്ചാൾ പൈസ ക്യാഷും വേണ്ട. നമ്മുടെ 15,000 എത്തി നടക്കുമ്പോൾ ഇവിടെ തന്നെ വേറെ വീടിന് വേണ്ടി ചിലവാക്കുന്ന ടീമുണ്ടെങ്കിൽ സോഫ മാത്രമേ ഉള്ളൂ. സോഫയും കൂടി ഇല്ല, കൊടുത്ത് ലൈറ്റ് മക്കളല്ലേ നമ്മളതൊക്കെ കൊണ്ട് ഷോപ്പിലായിട്ട് കൊണ്ട് സെയിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മണ്ടൻ ലൈറ്റ് കിടപ്പുണ്ട്. മണ്ടൻ ഇത്ര എന്തൊക്കെ കയറാത്ത ഈ ലൈറ്റിനൊക്കെ കുറച്ച് വില കിട്ടും കേട്ടോ.
എടാ എൻ്റെ എന്താ കാണിച്ചെന്നറിയോ? സാധനം മൊത്തം പിടിച്ചിട്ട് കേട്ടോ. സാധനമൊന്നും പോയില്ല. എൻ്റെ കേസ് ഉണ്ട്. എന്തായാലും വീണ്ടും സാധനമുണ്ട്. പോണോ? ഞാൻ പോണേ. അവനൊക്കെ പൊട്ടിച്ചല്ലോ ഇപ്പോൾ. അങ്ങനെ ഏതാണ് അവൻ? എടാ ഇവനാണ് അവൻ. എന്താടാ അവനൊക്കെ നമ്മളെ വേട്ടക്കാൻ കയ്യിലുണ്ട്. വേട്ടക്ക് നീ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇവന്മാരൊക്കെ കൂടി ഉണ്ടല്ലേ. ഇവന്മാര് ഗെയിമിലുണ്ടാക്കുന്ന പരിപാടി തന്നെ. ഇവന്മാര് മൊത്തം മറ്റേത് തിക്കുണ്ടത് വെച്ചുണ്ട് ഇതാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ടീമാണ്. ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ ഈ ഷോപ്പിൽ നമ്മൾ സാധനം സെയിൽ ചെയ്യേണ്ടത്. അതായത് സാധനം ഇവിടെ സെയിൽ ചെയ്യണം. അല്ലാത്ത സാധനം ഇവിടെ എടുക്കും കേട്ടോ. നമ്മൾ കസാര ഇടുന്ന മേടിച്ചാണ് 800 രൂപ. അങ്ങോട്ട് നീങ്ങി കുറച്ച് കസാര നമ്മൾ സെയിലായി. ലാപ്പ് നമ്മൾ ഇവിടുന്ന് മേടിച്ചതല്ല. സ്പീക്കർ ഇവിടുന്ന് മേടിച്ചതല്ല. ഇത് ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് സെയിലാക്കണം. ലൈറ്റ് സെയിലാക്കി. വാഷിംഗ് മെഷീൻ, ഗ്ലാസ്, ഇത് പിന്നെ ടോയ്ലറ്റ് ഒക്കെ സെയിലാക്കി. ഡോറ് ഇവിടെ സെയിലാക്കേണ്ടതല്ല. എന്തൊക്കെയുണ്ട് സെയിലാക്കാനായിട്ടൊന്നും. ഇത് നമ്മൾ വാങ്ങിയതാണ്. ഇത് കസാരകൾ, ഇത് നമ്മൾ സെയിലാക്കണം. ഡോറ് സെയിലാക്കാം. ഇവിടെ അതൊക്കെ സെയിലാക്കാം. പക്ഷെ എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഇപ്പം എനിക്കറിയാം കേട്ടോ. ഇപ്പം എനിക്കറിയില്ല. ലാപ്ടോപ്പ് ഇവിടെ സെയിലാക്കി. ഇത് സെയിലാക്കി. ഇതൊക്കെ ഇവിടെ സെയിലാക്കി. ഇത് സെയിലായതു. ഇതുവരെ ഇവിടെ സെയിൽ ചെയ്തു. ഇനി ഇത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബോൾസ് ഗുണ്ടാണ്. ഇവിടെ ഈ സാധനം കിട്ടുമെന്ന് അല്ലാത്ത നല്ല സാധനം കിട്ടൂലേ. ഇവിടെ എന്തൊക്കെ കിട്ടും? നമുക്കൊരു ഐഫോൺ ലൈഫ്. ഇവിടെ ഐഫോൺ ഉണ്ടാവും. ഐഫോൺ ടാബ് ഇട്ട് ഐഫോണാണ്. ഐഫോണാണെന്ന് തോന്നുന്നു. ജോയ്സ്റ്റിക്ക് ഉണ്ട്. PS5 എന്ത് ചെയ്യാനാണ് ഐഫോൺ? പാഡ് ഉണ്ട് കേട്ടോ. പാഡ് ഒന്നും വാങ്ങാനില്ല. തോക്ക് വാങ്ങിച്ചാലേ 100 അല്ലാണ്ട് എത്ര 1000 രൂപ നോക്കാണ്. 200 ഉണ്ടോ? 300. അത് നമ്മുടെ ഗ്യാങ്ങിനെ മൊത്തം നമ്മൾ ഗ്യാങ്ങിനെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോഴല്ലോ പൈസ കൊടുത്തെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ അമ്മമാരൊക്കെ ഇനി താഴെ നിൽക്കണത് മൊത്തം. അവിടെ എതിരാളികളൊക്കെ നമ്മൾ തീർത്തു. ഇത് തീർക്കാനായിട്ട് ഒരു വീടാദ്യം വാങ്ങിക്കട്ടെ. ഒരു വീടിനൊക്കെ എത്ര പൈസ ആകുമെന്ന് അറിയില്ല. പിന്നെ ആരും വാങ്ങിയതാണോ വീട്? നോക്കട്ടെ. മുകളിൽ കയറട്ടെ. ഒറ്റ വീടാണ്. നോട്ടെ. ഒറ്റ വീട് കുറച്ച് കൂട്ടെ. ഇവിടെ അല്ലേ ഇതാവട്ടെ. 2088 രൂപ എൻ്റെ അടുത്തില്ല അതിനുള്ള പൈസ. ഇനിയിപ്പോൾ കയറിയായിരിക്കും. ഇതുവരെ നമ്മൾ ഇല്ലാണ്ട് വിറ്റു. എന്താ ചെയ്യാൻ പറഞ്ഞു.
300 എനിക്ക് 300 സാധനം വേണ്ട. ഇപ്പോൾ കുറെ പോയി നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെയോ ഇതോ ഇതൊക്കെ നല്ല പൈസയുണ്ട് കേസ് അതിന്. ഇനി ഈ വീട് മാത്രം നോക്കാമല്ലോ. ഇനി ആ വീടൊക്കെ മറ്റേ വീടൊക്കെ കേസ്. വാങ്ങണോ? പൈസയില്ല നമുക്ക് ഏറ്റവും പോയിട്ട് വന്ന് പൈസ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും അത് വിറ്റ് പൈസ വെക്കാം നല്ലത്. ATM ഭാഗത്തോടെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ ATM അപ്പോട്ട് നമുക്ക് പൈസ എടുക്കാം. മൈകം വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് വീട് അന്ന് പോട്ടെ. എനിക്ക് ഈ പൈസ വേണം. പൈസ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല. അതന്നെ ഒരു പൈസ ഇല്ലെങ്കിൽ തിന്നാനും പറ്റിയില്ലെങ്കിൽ ജീവിക്കേണ്ട ദിവസം പോലും കുറച്ച് ദിവസം വരെ ജീവിക്കുള്ളൂ. പിന്നെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. പൈസ കൊടുത്തു. ഒരാൾ പറഞ്ഞു ഒരാൾക്ക് നേരത്തെ തരത്തില്ല. എനിക്ക് വേണം, കുറേ വേണം, ഇനിയും വേണം, ഇനിയും വേണം. അത് തന്നെ നായിരെ എടാ എങ്ങോട്ടൊക്കെയാണ് തിരിച്ച് പോണത്? മൂഞ്ചി ഇനി അടത്തില്ല. പൈസ കിട്ടും. പൈസ ഇല്ല. എല്ലാ പൈസയും പോയി. എന്തൊക്കെയാണ് തോക്കെടുക്കും. കുതിര മുട്ടി നിനക്കൊക്കെ തരാം. നീ എന്താ
ആ പൈസ മൊത്തം പൈസ എന്താ എന്താ നമുക്ക് ഇപ്പം തന്നെ ഒരു വീട് വാങ്ങിക്കാൻ പോവാം ഗൈസ്. അവിടെ അടുത്ത വീട് വെക്കുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇവിടെ ഈ വീടിന് എത്ര 300 വേണ്ട 300 വീടാകട്ടെ. ചില വീണ്ട പ്രൈസ് കുറവതിനുണ്ടാകുമ്പോൾ പോകുന്നത്. എവിടെയാ 253 സെയിൽ പോയി നമ്മുടെ വണ്ടിയാണ് നമ്മുടെ വീട്. ഈ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ പിടിച്ചിട്ട് ഞാൻ വെച്ചിട്ട് കടക്ക് കൊടുത്താൽ ഞാനിവിടെ കുട്ടിക്കാരനും വേറെ എൻ്റെ ഭയങ്കര സാധനം നിന്നെ ഞാൻ സീറോക്കിയിട്ടുണ്ട്. നിന്നെ അതിൻ്റെ അതിൻ്റെയൊക്കെ 3 കണ്ടുള്ളൂ. ഞാനിപ്പോൾ 6 അങ്ങനെ എല്ലാ വില ഇവിടെ സാധനം പൊക്കിക്കോ. ഒന്നും പോലും വിടണ്ട, എല്ലാം പൊക്കിക്കോ. പൊക്കാനുള്ളത് പൊക്കാൻ പറ്റണത് പറ്റാത്തത് ഒന്നും പൊക്കണ്ട, എല്ലാം പൊക്കിക്കോ. എല്ലാം അങ്ങോട്ട് പോക്കിയിട്ടുണ്ട്. ഒന്നര അത് തന്നെ ആ സാധനം തന്നെ. അടുത്തെല്ലാ സാധനങ്ങളും വിറ്റ് ഇപ്പോൾ ഡോറും കൂടി ഉള്ളു. നിനക്കിങ്ങനെ വീട്ടിൽ കയറാട്ടാ. അതിനുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എനിക്ക് വേണം കുറച്ച്, എൻ്റെ സീറോ വേണം. കാർ എടുത്തിട്ട് സ്പീഡിൽ പോയിട്ടുണ്ടല്ലോ, വേണം പറ്റ അവസ്ഥയായിട്ട്. കാർ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോയാൽ നമുക്ക് സെയിലൊക്കെ ഇട്ടത് സെയിലൊക്കെ ഇട്ടാ വേണ്ട. ഇന്ത്യ പുറകെ മാറി നട്ടി ഇതെടുക്കുക നല്ലത്. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് മോഷ്ടിച്ചാൽ കൂടിയിട്ടാണ് ഒക്കെ ഇവിടെ കൊടുത്ത് സംഭവം അവിടെ സാധനം നമുക്ക് വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടിയത് മൊത്തം കൊടുത്ത് വിറ്റിട്ടുണ്ട്. എന്താ അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ നമുക്ക് മൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്.